ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഫുഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കക്ക റോസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണിത്. 10-25 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത്, 2 പച്ചമുളക്. ചട്ടി അടപ്പത്തേക്ക് വെക്കാം. ചട്ടി നല്ല പോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ല പോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം നല്ല പോലെ ഒന്ന് പൊട്ടി വരട്ടെ. ആദ്യം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ്. അപ്പോൾ തേങ്ങാക്കൊത്ത് നല്ല ഒരു ബ്രൗണിഷ് കളറായിട്ട് വന്നതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തെല്ലാം നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫുഡ് ഐറ്റമാണ് കേട്ടോ ഈ കക്ക റോസ്റ്റ്. നമ്മൾ ഒരുപാട് നാളായി കക്ക റോസ്റ്റ് കഴിച്ചിട്ട്. കാരണം ഇപ്പം നാട്ടിൽ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ കക്ക കഴിക്കുന്നത്. നമ്മൾ പുറത്ത് പോകുമ്പോഴാണ് നാട്ടിലെ ഫുഡൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്നെ പോലെ കക്ക റോസ്റ്റ് ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയിരിക്കുക. അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കൊച്ചുള്ളിയുടെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടണം. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴണ്ടി വരാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴണ്ടി വരണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങയൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ അരമുറി തേങ്ങയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ചെറിയ മിക്സി ജാറിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി. ഇതെല്ലാം കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു രീതിയിൽ അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കൊച്ചുള്ളി എല്ലാം നല്ല പോലെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കക്ക ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കക്ക നല്ലപോലെ ഒന്ന് വെന്ത് വരണം. കക്ക നല്ലപോലെ ഒന്ന് വേവാനായിട്ട് നമുക്ക് ഒരു 15 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കക്കയൊന്ന് വെന്തോന്ന് നോക്കാം. ഇപ്പം നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അരപ്പ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കക്കയിൽ ആവശ്യത്തിന് ഉപ്പുള്ളത് കാരണം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഫൈനലി നമ്മുടെ കക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.